ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? പാലക്കാടൻ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ വിളിക്കുന്ന തറവാട്ട് പുളി എന്നറിയപ്പെടുന്ന മുളകോർത്ത പുളി തന്നെയാണ് ഇന്ന് അമ്മയെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിക്കുന്നത്. ഞാൻ ഒരുപാട് വർഷങ്ങൾ, ഐ തിങ്ക് ഒരു 3 വർഷം മുമ്പ് ഞാൻ വിനീസ് കിച്ചൺ എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ കുടുംബം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പോരായ്മകൾ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. ക്യാമറ ആംഗിൾ, ലൈറ്റ്, കാര്യങ്ങൾ ഇതൊന്നും നമുക്കധികം ഒരു അറിവില്ലാത്ത സമയങ്ങളായിരുന്നു അതൊക്കെ ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അമ്മയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനുള്ള കാരണം ഈ തറവാട്ട് പുളിക്ക് ഒരു പല ഓർമ്മകളാണ്. അമ്മ ഷെയർ ചെയ്യുന്ന പല ഓർമ്മകളാണ് ഈ പുളിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഈ പണ്ട് ഒക്കെ അവരിരുന്ന് അവരുടേതായിട്ടുള്ള ചെറിയ പ്രായത്തിലും കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടുള്ള പ്രായത്തിലും ഒക്കെ ഈ ഒരു കൂട്ടാൻ്റെ ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അമ്മയുടെ ചെറുപ്പകാലം മുതൽ അവരുടെ കുട്ടിക്കാലം മുതൽ അമ്മ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടതിന് ശേഷം ഇതൊക്കെ നമുക്ക് കേൾക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു വൈബ്രേഷൻ തന്നെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, തറവാട്ട് പുളി കൊണ്ട് പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണ് കലക്കി പിഴിയുന്നത് എന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അമ്മയെ കൊണ്ട് ഞാനത് ഉണ്ടാക്കിപ്പിച്ചു. അപ്പോൾ വരൂ, നമുക്ക് കാണാം. എനിക്കറിയാം എന്താ കാര്യം എന്ന് വെച്ചാൽ മുളകോർത്ത പുളിയുടെ പോലെ തന്നെ ആ സമയത്ത് ഞാൻ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന മാതിരി ഞങ്ങളുടെ സ്ഥലത്തും ഇത് ഉണ്ടാക്കാറുണ്ട്, ഞങ്ങളുടെ സ്ഥലത്തും ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത്. പക്ഷെ പാലക്കാടിലെ മുളകോർത്ത പുളി എന്നറിയപ്പെടുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ അമ്മയെ കൊണ്ട് പാലക്കാടിൻ്റെ സ്വന്തം തറവാട്ട് പുളി തന്നെയാണ് ഉണ്ടാക്കുന്നത്. വരൂ, നമുക്ക് കാണാം. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 3 കൊല്ലത്തിന് മുമ്പാണ് തോന്നുന്നു ഞാൻ മുളകോർത്തപ്പുളി ഇട്ടത്. പാലക്കാട് രീതിയിലുള്ള മുളകോർത്തപ്പുളി, തറവാട്ട് പുളി എന്നറിയപ്പെടുന്ന മുളകോർത്തപ്പുളി ഇന്ന് അമ്മ ഉണ്ടാക്കുന്നു. അപ്പോൾ എത്ര ചെറിയ ഉള്ളി എടുത്തു വന്നേ അതായത് 3 കൊല്ലം മുമ്പൊക്കെ ഇടുമ്പോഴേ നമുക്ക് ഓരോ പോരായ്മകൾ പലതും, ക്യാമറ ആംഗിളും ശരിയില്ല, ഒന്നും ശരിയില്ല, വെളിച്ചും ശരിയില്ല. ശരി, നമുക്ക് ഉണ്ടാക്കാം തറവാട്ട് പുളി. ഒരു 15 എടുത്തിട്ടുണ്ടാവും. 15 പുളി 15 ചെറിയ ഉള്ളി അല്ലേ? ഓക്കെ, എന്നിട്ട് നീളത്തിൽ ഇങ്ങനെ കീറുക. അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ അവിടുത്തെ ഉള്ളി തീരെയും പിടിച്ചിട്ടില്ല. എന്താന്ന് അങ്ങനെ കിട്ടുണ്ടല്ലോ പറയും. അതുകൊണ്ട് കാര്യമില്ല, അത് അങ്ങനെ ഒരു സ്വാദ് വേണ്ടേ, അതങ്ങനെ മുളച്ചിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു, നിങ്ങളെ എൻ്റെ കൂടെ ഇസ്താൻബുളിൽ ഇരിക്കണമായിരുന്നു. ചെറിയ ഉള്ളി പോയിട്ട് കണി കാണാൻ ഒന്നും കിട്ടാണ്ടാവും പറയാം. അപ്പോൾ നീളത്തിൽ മുറിക്കുക. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നീളത്തിൽ കീറുക. അമ്മേ, മുളകോർത്ത പുളി കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് അമ്മ ചെയ്യാറ്? മുളകോർത്തപ്പുളി കൊണ്ട് ഒന്നും പ്രത്യേകമായിട്ട് ചെയ്യാനൊന്നും ഇല്ല, എന്നാലും ബാക്കി ഉണ്ടാവുമല്ലോ, ഉച്ചയ്ക്ക് വെച്ചിട്ട് ബാക്കി. ഇത് തറവാട്ട് പുളി എന്ന് പറയാൻ കാരണം കുഞ്ഞിപ്പതിൽ ഇതൊന്നും ഇല്ലല്ലോ, കഷ്ണം പറഞ്ഞിട്ടൊന്നുമില്ല. അതെ, ഉള്ളി തന്നെയല്ലോ. ഉള്ളിയൊക്കെ എപ്പോഴും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, പച്ചമുളകും ഉണ്ടാവും. വേഗം ഉണ്ടാക്കാൻ പറ്റിയ മാതിരി ഒരു പുളി. പിന്നെ തൊടിയിൽ വാഴക്ക ഉണ്ടാവും, വേഗം പോയി 2 വാഴയ്ക്ക് 5-6 വാഴയ്ക്ക പറിച്ചിട്ട് വന്നു. പൊട്ടങ്കായ ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടി വീണ് നിൽക്കുന്നുണ്ടാവും, അത് എടുത്തിട്ട് വന്ന് വേഗം ഒരു ഉപ്പേരി മാതിരി ഉണ്ടാക്കി, പൊട്ടങ്കായ ഉപ്പേരി ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. എന്താണ് പറയാ, ആൾക്കാരും കൂടുതൽ വെള്ളം മാതിരി ഉണ്ടാക്കണം. അന്നൊന്നും വേറെ ഒന്നും കഷ്ണത്തിന് പോകാനൊന്നും ഇതില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് മുളകോർത്തപ്പുളി, മുരിങ്ങ, എന്താണ് തൊടിയിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങാപ്പുളി,
അങ്ങനെയൊക്കെ വെച്ച് കൊണ്ടാട്ടം വറുക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഉണ്ണാൻ ഒരു രസമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചെറുപയർ പുഴുക്കുണ്ടാക്കിയ നന്നായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയർ പുഴുക്കുണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഇത് 2 ദിവസത്തേക്ക് ഉണ്ട് കേട്ടോ പുളി. അത്രയ്ക്ക് കാണാം ഉണ്ട്. ഏട്ടനൊക്കെ കുടിക്കണം പതിവ്. ഇപ്പൊ ജോലി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞ് കഴിക്കുന്നതേ ഇതായിരിക്കും. പിള്ളേർക്ക് ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. ഇന്ന് ഞങ്ങക്ക് നെത്തിള് വറുത്തതും മുളകുവറുത്തപ്പുളിയാണ്. അപ്പൊ അത് തറവാട്ട് പുളി എന്ന് അതിനെ അതുകൊണ്ട് പറയുന്നു. നിങ്ങൾ എന്താ ചെയ്യാറ്? ഞങ്ങൾ ചെയ്യാറുള്ളത്, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചെയ്യാറില്ല. അച്ഛൻ്റെ വീട്ടിൽ ഇതിനെ വൈകുന്നേരം ആകുമ്പോൾ ഇവരൊക്കെ വരാൻ വൈകും. അച്ഛൻ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ട് വേണ്ടേ. അപ്പോൾ വരാൻ വൈകുമ്പോൾ സന്ധ്യയായ ഒരു വിശപ്പ് എല്ലാവർക്കും. ഒന്നിച്ചിരിക്കുകയല്ലേ, അപ്പോൾ എല്ലാവർക്കും വിശപ്പാണ്. 4 മണിക്ക് ചായ കൂടി കഴിഞ്ഞാലും എന്തെങ്കിലും തിന്നാനൊക്കെ ഉണ്ടാവും. അതൊക്കെ തിന്നും. മുത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ തിന്നും. എന്നാലും ശരി, ഒരു 6-6:30 ആകുമ്പോൾ ഒരു വിശപ്പ്. അപ്പം എന്ത് ചെയ്യും, മുത്തി എന്താണ് പറയുക, ഇത് കഞ്ഞിര വെള്ളം കൊടുക്കും. വൈകുന്നേരത്തേക്ക് അരി വാർത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. എനിക്കറിയില്ല എത്ര പേര് നിങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെ ചെയ്യുന്ന. അല്ല, മുത്തി എന്ന് പറയുന്ന, ഞങ്ങളുടെ അവിടെയൊക്കെ പാലക്കാടൊക്കെ മുത്തി എന്ന് പറയും. അച്ചമ്മ അങ്ങനെയൊക്കെയല്ലേ പറയാ. അച്ഛന്റെ അച്ഛനെ അച്ചമ്മ എന്നല്ലേ പറയാ പലവരും. ഞങ്ങള് മുത്തി എന്നാണ് കേട്ടോ പറയാ. അമ്മമ്മ, അമ്മയുടെ അമ്മ, മുത്തശ്ശി, അമ്മമ്മ അങ്ങനെ പറയും. അപ്പൊ എന്താണ് പറയാ, ഇത് മുത്തിന്ന് അമ്മ ഉദ്ദേശിക്കുന്നത് അച്ഛന്റെ അമ്മയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോളൂ. അപ്പൊ മുത്തി എന്ത് ചെയ്യും, ഒരു വലിയ പാത്രം എടുക്കും. പാത്രത്തില് അരി വാർത്ത വെള്ളം ഉണ്ടാവില്ലേ, കഞ്ഞിര വെള്ളം. അതില് ഈ ചുടുക്കര മുളകുവറുത്തപ്പുളി വൈകുന്നേരം ആകുമ്പോൾ വെച്ച് നങ്കിമീനും വറുക്കും. അപ്പോൾ അച്ചക്കൊക്കെ ഇഷ്ടമാണ് നങ്കിമീൻ വറുത്ത് കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നല്ല നങ്കി കിട്ടിയിട്ടുണ്ട് വറുക്കാമെന്നും പറഞ്ഞിട്ട് അസലായിട്ട് അതിനെ എടുത്തിട്ട് മുളകൊക്കെ തിരുമ്പി വറുക്കും. അപ്പോൾ ഈ കഞ്ഞിര വെള്ളത്തിൽ എന്താണ് പറയുക, മുളകുവറുത്തപ്പുളി ഒഴിച്ച് നല്ലോണം കുറച്ച് ചോറെടുക്കും. കുറച്ച് ചൂടുള്ള ചോറും അല്ലേ, ഈ കഞ്ഞിര വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് മുത്ര കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴേ നല്ല രസമാണ്. ഇങ്ങനെ നന്നായി ഞെരടി കഞ്ഞി ഉണ്ടാവില്ല, വെള്ളവും ഉണ്ടാവില്ല, അങ്ങനെ വെറ്റും ഉണ്ടാവില്ല പറഞ്ഞിട്ടുള്ള ആ സ്റ്റേജ് ഉണ്ടല്ലോ, നല്ലോണം അങ്ങനെ വെള്ളം മാറി. എന്നിട്ട് അതിലേക്ക് മുളകുവറുത്തപ്പുളി ഒഴിക്കും. എന്നിട്ട് വലിയ പാത്രത്തിൽ കലക്കും. ഞാൻ വേവലിയമ്മ, പ്രേമവലിയമ്മ, എന്താണ് പറയുക, പിന്നെ സുനിത, അനിതി. ഞാൻ പോയപ്പോൾ അത്ര അവരല്ലേ ഉള്ളൂ, പിന്നെയല്ലേ വന്ന് എല്ലാവരും ഉണ്ടായത്. അപ്പോൾ അവർക്കൊന്നും പിടിക്കില്ല, ആണുങ്ങൾക്കൊന്നും പിടിക്കില്ല. അപ്പോൾ അവരൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രം. മുത്തി ഉണ്ടാവും. മുത്തി വേഗം എല്ലാവർക്കും ഓരോ ഗ്ലാസ്സിലാക്കിയിട്ട് കുടിക്കാൻ തരും. നല്ല രസമുണ്ട് മോളൂ. ആ ചുടുക്കനെ മുളകുവറുത്തപ്പുളി ചോദിച്ചാൽ അതേമാതിരി പിന്നെ ഒരു കൂട്ടുന്നത് വാണിയം വരുമ്പോഴത്തെ തറവാട്ടിലും ഉണ്ടാക്കും. അതേമാതിരി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സന്ധ്യക്ക് അവിടുത്തെ അച്ഛമ്മ, എനിക്ക് അച്ഛമ്മയായിട്ടാണ് വരിക. അവർ ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് വലിയ പാത്രത്തിൽ കലക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തരും. അത് നല്ല രസമാണ്. ഇന്നൊരു കാര്യം ചെയ്യും അമ്മ, നിങ്ങൾ എന്തായാലും മുളകുവറുത്തപ്പുളി ഉണ്ടാക്കില്ലേ, ഞാൻ കഞ്ഞിര വെള്ളം എടുത്ത് വെക്കാം. കഞ്ഞിര വെള്ളം കുറച്ച് ചോറും. കഞ്ഞിര വെള്ളം, ചോറ് ജാസ്തി പാടില്ല. ആ വെള്ളത്തിലൊക്കെയാണ് ടേസ്റ്റ് ജാസ്തി. മുളകുവറുത്തപ്പുളി അതും കൂടിയിട്ട് അങ്ങനെയൊക്കെ വെറുതെ കുടിച്ചാൽ മതി. വേറെ ഒന്നും ഇതൊന്നും വേണമെന്നില്ല. അത് ഇങ്ങോട്ട് കുടിച്ചാ ഒരു വിശപ്പ് താങ്ങും. അതെ അല്ലേ, ഇന്ന് അതെന്തായാലും നമ്മൾ കുടിച്ചേ ഇരിക്കൂ. അപ്പൊ നിങ്ങളും വീട്ടിൽ മുളകുവറുത്തപ്പുളി ഉണ്ടാക്കുമ്പോ അമ്മ പറഞ്ഞ മാതിരി ഉണ്ടാക്കി നോക്കണം കേട്ടോളി. അപ്പൊ നമുക്ക് മുളകുവറുത്തപ്പുളി ഉണ്ടാക്കാൻ തുടങ്ങാം. എല്ലാം മുറിച്ചിട്ടുണ്ട്, പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു ചെറിയ ഒരു മീഡിയം സൈസ് നാരങ്ങ വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചോറായിക്കൊണ്ടിരിക്കണം, ഞാൻ വാർക്കട്ടെ. ഓക്കെ, അപ്പൊ ഉണ്ടാക്കാം. ഓക്കെ, മീൻ വറുക്കാനിട്ടു. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ടു. ഓക്കെ, കടുക് പൊട്ടി. നമ്മൾ ഉലുവയിടില്ല, ചിലവർ ഉലുവയിടും, ചിലവർ ഇഞ്ചി ഇടും. അതെ, നമ്മളതൊന്നും ഇല്ല. എനിക്ക് ഇഞ്ചിയൊന്നും ഇല്ല, മറ്റേ ഉലുവയിടില്ല, ഒന്നും ഇല്ല. ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഇനി ഇത് വണക്കും. ബ്രൗൺ ആവണം. ബ്രൗൺ അല്ല,
എന്നാലും ഞാനും അങ്ങനെ തന്നെ. അത് ആ ഉള്ളി തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കരിഞ്ഞാൽ നന്നല്ല. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് ഇനിയിപ്പോൾ ഇതൊരു ലൈറ്റായിട്ടൊന്ന് ആവണ വരയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ലേശം ഉപ്പിട്ടാൽ അതിൽ പിടിക്കും. വഴറ്റണത് വേഗമാവുകയും ചെയ്യും. ഓക്കെ, നമ്മളിവിടെ കഞ്ഞിയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോളൂ ഉണ്ടാക്കാൻ. നല്ല അസൽ നെത്തൽ കിട്ടി, പച്ച നെത്തൽ, നെത്തോലി എന്ന് പറയണത്. ഇപ്പോൾ വറുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അവിടെ പുളി നന്നായി ഞെരടിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി സൂപ്പറായിരിക്കും അല്ലേ? ചെറുപയർ കൂട്ടാൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, ഉണ്ണിത്തണ്ടും ചെറുപയറും, കൊള്ളു ഉണ്ണിത്തണ്ടും. അമ്മേ നമുക്ക് കൊള്ള് അല്ല ചാറൊക്കെ ഞാൻ ഇട്ടു. കൊള്ളു പുഴുക്ക് വെക്കില്ലേ നിങ്ങൾ? അത് വെക്കണം കേട്ടോ. ചക്ക ഞാൻ ചക്ക അറേഞ്ച് ചെയ്യാം. നോക്കട്ടെ സ്നാപ്ഷാപ്പിൽ കിട്ടുമെന്ന് ചോദിക്കട്ടെ. ഓക്കെ, രണ്ടാമതും പുളി ഒഴിക്കണം. രണ്ടാമതും നന്നായി ഞെരടിയിട്ട് പുളി അങ്ങോട്ട് കംപ്ലീറ്റ് പുഴിഞ്ഞ് അങ്ങോട്ട് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും കൂടെ വെള്ളം വേണം. ഓക്കെ ഓക്കെ, അപ്പം ഇനി ഇത് തിളയ്ക്കാൻ വയ്ക്കാം അല്ലേ? ഉപ്പ് ഇടണം. എന്നാണ് ഇത് ഒരു കഷ്ണം വേണ്ട. ശർക്കര ഇടണം. ഓക്കെ, തരാം. ഓക്കെ, നമ്മൾ ശർക്കര ഇടുന്നു. കുറച്ച് എന്തറിയോ അതിൻ്റെ പുളിപ്പും ഉപ്പും ഒന്ന് ക്രമീകരിക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഇത് വെട്ടി തിളക്കല്ലേ? ഓക്കെ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആയി. ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വെന്തു. ഓക്കെ, ശർക്കര ഇട്ടു, ഉപ്പിട്ടു, എല്ലാം ഇട്ടു. ഈ അതുപോലെ അങ്ങനെ എടുക്കുക. ഇനി ഈ ഉള്ളിയാണ് ടേസ്റ്റ്. ഓക്കെ, പുളിയിൽ കിടന്നിട്ട് ഇത് ഓഫ് ചെയ്യല്ലേ? ഓക്കെ, നമ്മുടെ മീനുമായി ഞാൻ വേണമെങ്കിൽ ഇളക്കാം. വേണ്ട, എനിക്ക് എടുക്കാൻ പറ്റും. അതല്ല, കുറച്ചൊരു വിസ്താരമായിട്ടുള്ള പാത്രം. അത് മതി. ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം. ഓക്കെ ഓക്കെ, ഒഴിച്ചു. കൂടെ മതി. ചൂടുണ്ട്. ഓക്കെ, ഇനി എന്താ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഉടയ്ക്കുക. എന്നിട്ട് നമ്മുടെ വറുത്തപ്പുളി. എത്തന്നൂർ പശുവിൻ്റെ പേരെന്തായിരുന്നു? അല്ല, അത് കലക്കി കൊടുക്കണ പോലെ ഒരു ഫീലിംഗ് ഉള്ളിൽ. ആഹാ, വാട്ട ചടങ്ങ്. അഞ്ചു മണിക്ക് നിങ്ങളൊക്കെ ചായ കുടിക്കുമ്പോൾ ഞാനിത് എങ്ങനെയാണ് കഴിക്കുക? ഉപ്പൊക്കെ ഇട്ടു നോക്കട്ടെ, പോരാ. ഇതിലുണ്ടല്ലോ ഉപ്പ്. എന്നിട്ട് ഇതങ്ങോട്ട് കുടിക്കണ്. അഴ്സലായിട്ട് കേട്ടോ, കിണ്ണനെ കിടക്കുകയും ചെയ്യും. ഒരു ലേശം വിശപ്പ് മാറാൻ. അതെ, ചോറുണ്ടോ ചോദിച്ചാൽ ചോറില്ല. എന്നാൽ ഇഡ്ഡലി ചോദിച്ചാൽ ഉണ്ട്. കലക്കിയത് ഇങ്ങനെ ഇളക്കും മുത്തി. ഒക്കെ ചൂടുള്ള കഞ്ഞിവെള്ളവും ആറിയ പുളി, ഉച്ചയ്ക്ക് വെച്ച ആറിയ പുളി. അവർ തറവാട്ടിലും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇന്നലെ വലിയമ്മ മുഖ്യമായിട്ട് നിൽക്കും ചെയ്യാൻ. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടത്? അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ വലിയ മഗ് കൊണ്ട് വരട്ടെ. ഞാൻ സാധനം നോക്ക്.
ചൂട് ചൂട്. ഞാനേ വലിയ പാത്രം കൊണ്ട് വെച്ചിട്ടുള്ളേ. വേണം കിട്ടോ ഒന്ന് അളക്കാൻ. അല്ല കുഴപ്പമില്ല, അല്ല ഇങ്ങോട്ട് ഒഴിച്ചു തന്നാൽ മതി. ഓ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ കുടിക്കുന്നത്. എന്താ നിങ്ങൾ എനിക്ക് ആ തറവാട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കി തരാണ്ടിരുന്നത്? നമുക്കിഷ്ടം ഉണ്ടാവില്ല. ഇത് മുഴുവനൊന്നും വേണ്ട. വേണ്ട, കുടിച്ച് നോക്ക. വേണ്ട പറയല്ലേ. ഓക്കെ, ഞാൻ ക്യാമറ അമ്മയുടെ അടുത്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ അമ്മയുടെ അടുത്ത് എങ്ങനെ കൊടുക്കും? ഇങ്ങനെ പിടിച്ചാൽ മതി, വെറുതെ പിടിച്ചാൽ മതി. ഒന്ന് ഇളക്കണം. ഞാൻ അപ്പോഴല്ലേ വറ്റി കിട്ടുള്ളൂ. എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല. 2 കൊണ്ടാട്ടം വെറുത്തത് ഇടയിൽ കൂടെ കിട്ടിയ എന്താ പറയുക, പണ്ടത്തെ ആൾക്കാരെ ഓരോന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കണത്. നിങ്ങൾ കുടിച്ചോളേ കുറച്ച്. തിരിയും മതി. സാരമില്ലേ, കുടിച്ചോളൂ. അച്ചക്ക് പിടിക്കില്ല. ആച്ചയ്ക്ക് വേണ്ട. കണ്ട നന്നായിട്ടില്ലേ? അസലായിട്ടുണ്ട്. ബാക്കിയുണ്ടെങ്കിൽ ഞാൻ 5 മണിക്ക് കുടിക്കാം. ഇത്ര നന്നായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. അസലായിരിക്കണമെന്ന്. ഇനി ഊണ് കഴിക്കാം. അപ്പോൾ അമ്മയ്ക്ക് എടുത്തു തരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സെൽഫിയിൽ വെച്ചിരിക്കുകയാണ് ക്യാമറ. ഒരു കിണ്ണം നിറയെ സന്തോഷവുമായി വിനീസ് കിച്ചൺ. എന്താ മുളകുവർത്തപ്പുളി, എപ്പോൾ ഉണ്ടാക്കിയാലും കിട്ടുക്കാച്ചിയാണ്. പക്ഷെ പാലക്കാട് മാത്രമേ അല്ല ചേ, ഒരുപാട് പേരുണ്ടാക്കുന്നുണ്ട്. അതേമാതിരി തന്നെ തമിഴ്നാട്ടിൽ ഇതിൻ്റെ പേര് വെങ്കായ രസം എന്നാണ്. ഓക്കെ, കഴിക്കാം. നെത്തോലി ഒരു ചെറിയ മീനല്ല കുട്ടികളെ. നെത്തോലി ഒരു വലിയ മീൻ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ കിട്ടാറില്ല ഇത്ര വലുത്. അവിടെ കിട്ടാറില്ല? ഇത്ര വലുത് കിട്ടില്ല. ഓക്കെ ഓക്കെ, ഇനി ഇതങ്ങോട്ട് ഒലുമ്പുക. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ നേരെ പോയിട്ട് മുളകുവർത്തപ്പുളി ഉണ്ടാക്കുക കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. അതിനാണ് ഈ കോമ്പിനേഷൻസ് ഒക്കെ കഴിച്ച് കാണിക്കണത്. ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആവാം, അടിപൊളിയായിരിക്കും. നങ്ക് മീൻ വറുത്തതാവാം, വെള്ളസ്രാവ്, ഉടക്ക സ്രാമീന് സൂപ്പറായിട്ട്. ഇടിവെട്ടും മഴയും മുളകുവർത്തപ്പുളിയും മീനും ഗംഭീരമാവുണ്ട്. എങ്ങനെ കുറയും? അയ്യേ, മുളകുവർത്തപ്പുളി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കുറയണതിൻ്റെ കാര്യം പറയരുതമ്മ. സൂപ്പർ. അപ്പം തിന്നാനുണ്ടാക്കി വെക്കണം. വിശക്കും വേഗം. ഉണ്ടാക്കി നോക്കും എന്ന് പ്രതീക്ഷിക്കണം. ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Vinny's Kitchen.